ദൈവത്തെ കാണും. എൻ്റെ അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പം അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ. അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ? എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ലാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഡോട്ടിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവൾക്ക്. കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും? ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് കൈ കിട്ടിയപ്പോൾ എന്താണ്? 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പോൾ 500 മാർക്ക് ആരാണ് തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകണത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.